യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സിൻഡിക്കേറ്റിൽ SFI വൻ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളത് സത്യം. എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിച്ച ഒരു കാര്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നാണ്. രാഷ്ട്രീയ സമൂഹമല്ലേ ഇന്ത്യ? ഇത് സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ? ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവാദവും സ്വത്വരാഷ്ട്രീയവും സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാമെന്നല്ലേ പറയുന്നതിനർത്ഥം? പച്ച മലയാളത്തല്ലേ? ഒരു രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക? എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക? അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കല്ല വേണ്ടത്, ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം.